ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യന്മാരിലേക്കും ജിന്നുകളിലേക്കും മൃഗങ്ങളിലേക്കും എല്ലാവരിലേക്കും റഹ്മത്തായി കൊണ്ട് നിയോഗിക്കപ്പെട്ട റസൂലാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ നബി തങ്ങളെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീബിയൊക്കെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു വളർത്തുമുഖമുണ്ടായിരുന്നു. നബി തങ്ങൾ വീട്ടിലുള്ളപ്പോൾ ആ മൃഗം ശാന്തമായി ഒതുങ്ങിയിരിക്കുമായിരുന്നു. നബി തങ്ങൾ വീട്ടിൽ നിന്നും പുറത്തു പോയാൽ അത് ഓടിച്ചാടി കളിക്കുമായിരുന്നു. നബി തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ആ മൃഗം ശാന്തമായി ഒതുങ്ങിയിരിക്കുമായിരുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിക്കൊണ്ട് ആ മൃഗം നബി തങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ശാന്തമായി അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു എന്ന് ആയിഷ ബീബി ഒരിക്കൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മൃഗങ്ങൾ പോലും നബി തങ്ങളെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സമുദ്രത്തിലൂടെ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കപ്പലാകെ തകർന്നു പോയി. ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു കപ്പലിന്റെ തകർന്ന പലകകൾ മുറുകെ പിടിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ പലക ഒഴുകി ഒഴുകി ഒരു കാട്ടിൽ ചെന്നുപെട്ടു. വിജനമായ ഒരു കാട്ടില് സഫീന റളിയല്ലാഹു അൻഹു ചെന്നുപെടുകയാണ്. അങ്ങനെ ആ കാട്ടിലൂടെ ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു സഫീന എന്നവർ ഒരു സിംഹം ബഹുമാനപ്പെട്ടവരെ ആക്രമിക്കാൻ മുന്നിട്ട് വരികയാണ്. ധീരതയോടെ ആ സിംഹത്തോട് പറഞ്ഞു, അയ്യുഹൽ അസദ് അന സഫീനത്തുൻ മൗല റസൂലില്ല. അല്ലയോ സിംഹമേ, ഞാൻ സഫീനയാണ്, ഞാൻ നബി തങ്ങളുടെ അടിമയാണ്, നബി തങ്ങളുടെ ഖാദിമാണ്, നബി തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവിടുത്തെ സഹായിയാണ് എന്ന് പറഞ്ഞപ്പോൾ സഫീന എന്നവരെ ആക്രമിക്കാമെന്ന ആ സിംഹം അവരെ സ്നേഹിക്കുകയാണ്, അവരെ സംരക്ഷിക്കുകയാണ്. അവർക്ക് കാട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള വഴി സിംഹം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സഫീന ബീവിയെ ഒരു സ്നേഹത്തോടെയുള്ള നോട്ടം ആ സിംഹം നോക്കുകയാണ്. നബി തങ്ങളുടെ ഖാദിമാണ് എന്നറിഞ്ഞപ്പോൾ സഫീന എന്നവരെ ആക്രമിക്കാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരു സിംഹം ചെയ്തു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മൃഗങ്ങളും വന്യജീവികളുമൊക്കെ നബി തങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു, നബി തങ്ങളെ ആദരിച്ചിരുന്നു, നബി തങ്ങളെ ബഹുമാനിച്ചിരുന്നു എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ ഒരു അഹ്റാബി ഒരു ഉടുമ്പുമായി കൊണ്ട് നബി തങ്ങളെ ചാരത്ത് വരികയാണ്. എന്നിട്ട് ആ അഹ്റാബി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഈ ഉടുമ്പ് നിങ്ങളെ സാക്ഷ്യം വഹിച്ചാൽ, നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമെന്ന് ആ അഹ്റാബി നബി തങ്ങളോട് പറയുകയാണ്. അപ്പോൾ നബി തങ്ങൾ ആ ഉടുമ്പിനോട് ചോദിച്ചു, അല്ല ഉടുമ്പേ, നീ ആരെയാണ് വിശ്വസിക്കുന്നത്? ആ സമയത്ത് ആ ഉടുമ്പ് സംസാരിക്കുകയാണ്. ആ ഉടുമ്പ് പറയുകയാണ്, ആകാശലോകത്ത് അർശും ഭൂമിയിൽ അധികാരവും കടലിൽ ആധിപത്യവും സ്വർഗത്തിൽ കരുണയും നരകത്തിൽ ശിക്ഷയും ആരുടെ കയ്യിലാണോ അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതായത് അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് ആ ഉടുമ്പ് പറയുകയാണ്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഉടുമ്പ് സംസാരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ അവസാനത്തെ പ്രവാചകനാണെന്ന് ആ ഉടുമ്പ് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നബി തങ്ങളെ ഉടുമ്പുകളും മറ്റു മൃഗങ്ങളുമെല്ലാം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ കരുണ കാണിച്ചിരുന്നു. അവരുടെ വിഷമങ്ങൾ നബി തങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പക്ഷിയത മരത്തിൽ നിന്നും ചിറകിട്ടടിച്ചുകൊണ്ട് നബി തങ്ങളെ ചാരത്ത് വരുന്നു. നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പക്ഷിയെ നോവിച്ചത്? ആരാണ് ഈ പക്ഷിയെ സങ്കടപ്പെടുത്തിയത്? ആ സമയത്ത് നബി തങ്ങളെ കൂടെയുള്ള സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ കുട്ടിയെ എടുത്തിരുന്നു, അതുകൊണ്ട് അത് കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവരോട് ആ പക്ഷിക്ക് അതിൻ്റെ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ കൽപ്പിക്കുകയാണ്. ആ പക്ഷികളോട് നബി തങ്ങൾ കരുണ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം മനുഷ്യന്മാരോടും മൃഗങ്ങളോടും എല്ലാവരോടും കരുണ കാണിച്ച നേതാവാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ആ നബി തങ്ങളെ കൂടുതൽ പഠിക്കാനും ഇത്തിബാഅ് ചെയ്യാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. ആസവീധം ചെന്ന് സലാം പറഞ്ഞ മടുത്തില്ല. മദ്ഹ് പാടി പാടി